ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിസ്ത കേക്കിൻ്റെ റെസിപ്പി ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 250 ml ഒരു കപ്പ് അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തതിന് ശേഷം ബാക്കി സ്പൈസിൽ നമുക്ക് മൈദ ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് നമുക്ക് നന്നായി 3 തവണ അരിച്ചെടുക്കാം. ഇനി എഗ് യോക്കും എഗ് വൈറ്റും കൂടി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എഗ് വൈറ്റിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്തിട്ട് നന്നായി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായാൽ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രീമി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാറ്റർ ഒന്ന് ക്രീമി ആയാൽ നമുക്ക് എടുത്ത് വെച്ച എഗ് യോക്ക് ഓരോന്നായി ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ഒന്നിച്ച് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നിച്ച് ചേർത്താൽ അകപ്പാടെ ലൂസായി പോകും. അപ്പോൾ നമ്മളതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് 2-3 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത ബാറ്ററിലേക്ക് അരിച്ച് വെച്ച മൈദയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സും കൂടി ഇടയ്ക്കിടെയായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബീറ്റ് ചെയ്യാൻ പാടില്ല. ഓവർ ബീറ്റ് ആയിപ്പോയാൽ നമ്മളെ കേക്ക് ആകെപ്പാടെ അമർന്നു പോകും. അപ്പോൾ ഞാനിതിലേക്ക് ഇതുപോലത്തെ പിസ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ മിൽക്ക് മിക്സാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 10-15 തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ബാച്ച് ഫ്ലോർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മിൽക്ക് മിക്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് എല്ലാ ബാച്ചും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച 8 ഇഞ്ച് പാനിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. നല്ല ഫ്ലാറ്റ് ടോപ്പ് കേക്കിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തപാട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ലൂസായിട്ട് നമുക്കിങ്ങനെ വൃത്തിക്ക് ഫിനിഷിങ്ങിലൊന്നും ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒരു സാധാ പാലിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആവുകയും ചെയ്യണം. പക്ഷെ നല്ല തണുപ്പും ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ ക്രീമി ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും അപ്പോൾ നന്നായി പൊടിച്ച പഞ്ചസാര തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം നന്നായി സ്റ്റിഫാക്കിയിട്ട് 4 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 തുള്ളി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മിൽക്ക് മിക്സ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന റേഷ്യോയിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് പിസ്ത കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊണ്ട് ഗനാഷ് ഉണ്ടാക്കി എടുത്താൽ മതി. ഇനി അതിലേക്ക് മിൽക്ക് മിക്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി അത് 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലെയറായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിങ് തുടങ്ങാം. ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. അതിന് അതിന് മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിൽ ക്രീം വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗനാഷ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലെയറിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫൈനൽ കോട്ട് തന്നെ, ഞാനിപ്പോൾ ക്രം കോട്ടൊന്നും ചെയ്യുന്നില്ല,
ഫൈനൽ കോട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. അപ്പോൾ ഈ കേക്കിൻ്റെ ക്രംസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഞാൻ സൈഡൊക്കെ ഒന്ന് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത കേക്കാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഹൈറ്റിൽ പിടിച്ചിട്ട് ഗനാഷ് സ്പ്രെഡ് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഇതിൽ നിറയെ എയർ ബബിൾസൊക്കെ വന്നിട്ട് ഒരു വൃത്തിയില്ലാടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അതന്നെ ഒലിച്ച് ഫ്ലോയിങ് ആയിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ കേക്കിൽ നന്നായി പ്രസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അടിയിലത്തെ ക്രീമായിട്ടൊക്കെ മിക്സായി പോവും. ഇനി കുറച്ച് ഗനാഷ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ സൈഡിലോട്ടൊന്ന് ഡ്രിപ്പ് പോലെ കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച കുറച്ച് ക്രീമിലേക്ക് ഒരു പർപ്പിൾ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. ലിക്വിഡ് കളർ ക്രീമിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് ക്രീം ലൂസായി പോകും. പിന്നെ നമ്മൾ വിചാരിച്ച ഡിസൈനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു റോസറ്റോ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈനൊക്കെ ബോർഡറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പിസ്താഷ്യോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.